തിരിച്ചു വരാം. റോഷി ആ വാർത്ത വേണം, നമുക്ക് ആ വാർത്ത റിപ്പോർട്ട് ചെയ്തോളൂ. ഇപ്പോൾ നമ്മൾ മോഹൻലാൽ എത്തിയേക്കുന്ന ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് ഒന്ന് എത്തിക്കാം. മോഹൻലാൽ വയനാട്ടിലെത്തിയിരിക്കുന്നു. അദ്ദേഹം ഈ ടെറിട്ടോറിയൽ ആർമിയുടെ ലഫ്റ്റനന്റ് കേണൽ കൂടിയാണ് മോഹൻലാൽ. ദുരന്തബാധിത മേഖലകൾ ലഫ്റ്റനന്റ് കേണൽ കൂടിയായ മോഹൻലാൽ സന്ദർശിക്കും. ദിലീപ് നമുക്കൊപ്പം ചേരുന്നുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. ദീപക് മലയമ്മയായിരിക്കും നമുക്കൊപ്പം ചേരുക. ലഫ്റ്റനന്റ് കേണലാണല്ലോ മോഹൻലാൽ. ദീപക്, ഇപ്പോൾ മോഹൻലാൽ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ആർമിയുടെ സംഘം അവിടെയുണ്ട്. ടെറിട്ടോറിയൽ ആർമിയുടെ ലഫ്റ്റനന്റ് കേണൽ പദവിയുണ്ട് മോഹൻലാലിന്. അപ്പോൾ മോഹൻലാൽ ആർമി യൂണിഫോമിലാണ് സ്ഥലത്തെത്തിയിരിക്കുന്നത്. ദുരന്തബാധിത മേഖലകൾ ആർമി വാഹനത്തിലാണോ സന്ദർശിക്കുക മോഹൻലാൽ? ഇപ്പോൾ മേപ്പാടി ക്യാമ്പിലാണല്ലേ? അരുൺകുമാർ, അങ്ങനെ തന്നെയാണ്. അതായത് കമാൻഡന്റിൻ്റെ വാഹനത്തിലാണ് അദ്ദേഹം ഇപ്പോൾ പുഞ്ചിരിമട്ടം ഭേഗയിൽ ബെയിലി പാലത്തിന് അരികിലേക്ക്, അതായത് ചൂരൽമലയിലേക്ക് മോഹൻലാലും സംഘവും എത്തിയിട്ടുണ്ട്. കമാൻഡൻറ്റിൻ്റെ വാഹനത്തിലാണ് അദ്ദേഹം. പട്ടാള യൂണിഫോമിൽ തന്നെയാണ് എത്തിയിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ പുഞ്ചിരിമട്ടത്തേക്ക് അദ്ദേഹം ഈ പാലം കടന്ന് പോകും. തുടർന്ന് മുണ്ടക്കൈ മേഖലയും സന്ദർശിക്കും. അതായത് വലിയ രീതിയിൽ ദുരന്തം ഭീതി വിതച്ച പ്രദേശങ്ങളാണ്. ആ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് അദ്ദേഹം സന്ദർശനം നടത്തുന്നു എന്നുള്ളതാണ്. ഒന്ന് മാറിക്കോട്ടെ. ഓക്കെ. അദ്ദേഹം ഇപ്പോൾ മുകളിലേക്ക് പോവുകയാണ്. അതിനുശേഷമായിരിക്കും അദ്ദേഹം ഇവിടേക്ക് തിരികെ എത്തി മാധ്യമങ്ങളെ കാണും എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. അതായത് നേരത്തെ തന്നെ അദ്ദേഹം ആദ്യം ഘട്ടത്തിലെത്തിയത് മിലിറ്ററിയുടെ ബേസ് ക്യാമ്പിലേക്ക് ആയിരുന്നു. അവിടെ എത്തി ആ കാര്യങ്ങൾ പരിശോധിച്ചു. കൂടുതൽ കാര്യങ്ങൾ വ്യക്തത വരുത്തി അദ്ദേഹം അവിടെയുള്ള ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചു. അതിനുശേഷമാണ് ഇപ്പോൾ പുഞ്ചിരിമട്ടം മേഖലയിലേക്ക് തിരിക്കുന്നത്. അവിടെ എത്തി ആ മേഖലയിൽ ദുരന്തം വിതച്ച പ്രദേശത്ത് അദ്ദേഹം സന്ദർശനം നടത്തും. അതിനുശേഷം മുണ്ടക്കൈ മേഖലയിലേക്കും അദ്ദേഹം സന്ദർശനം നടത്തുമെന്നുള്ളതാണ്. തിരികെ പിന്നീട് വീണ്ടും ഈ ബെയിലി പാലം ഉൾപ്പെടെയുള്ള മേഖലയിലേക്ക് എത്തുകയും ചെയ്യും. അത് കഴിഞ്ഞായിരിക്കും അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും കാര്യത്തിൽ ഒരു കൂടുതൽ പ്രതികരണങ്ങളിലേക്ക് വരിക എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ പറയാൻ സാധിക്കുക. അങ്ങനെ ഒരു ആർമിയുടെ വലിയ സംഘം തന്നെ മേഖലയിലേക്ക് അദ്ദേഹത്തെ അനുഗമിച്ച്, ആ ടീമിനെ അനുഗമിച്ച് പോവുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ ദുരിതബാധിത മേഖലയിലേക്ക് പൊതുവെ സഹായഹസ്തങ്ങൾ നീട്ടുന്ന സാഹചര്യം ഉണ്ടാകാറുണ്ട്. എന്നാൽ അതിനപ്പുറത്ത് അദ്ദേഹം നേരിട്ട് സന്ദർശനം നടത്തുന്നത് നമ്മളങ്ങനെ പതിവ് പോലെ കണ്ടിട്ടില്ല. ഇപ്പോൾ അദ്ദേഹം പ്രതികരണം നടത്തുമോ അല്ലെങ്കിൽ ഇവിടെ നിന്നും മൂവ് ചെയ്യുകയാണോ എന്നുള്ളത് സംബന്ധിച്ച് അദ്ദേഹം ബെയിലി പാലത്തിൽ തന്നെ മൂവ് ചെയ്യുകയാണ്. ഒരു ഘട്ടത്തിൽ ഇവിടെ നിർത്തി ഈ മേഖല നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. അതായത് ഈ ഒരു പാലം പൂർണ്ണമായും ഒലിച്ചു പോയിട്ടുള്ളതാണ്. ആ പാലത്തിൻ്റെ മേഖലയിൽ ഇപ്പോഴും ദുരിതാശ്വാസവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഹിറ്റാച്ചികളും JCBകളും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള അതായത് ഇപ്പോൾ ആ മേഖലയിൽ പുരോഗമിക്കുകയാണ്. മോഹൻലാൽ ബെയിലി പാലത്തിന്റെ മറുകരയിലേക്ക് വരികയാണ്. ലഫ്റ്റനന്റ് കേണൽ മോഹൻലാൽ ആർമി കമാൻഡന്റിന്റെ വാഹനത്തിലാണ് ഇപ്പോൾ മുണ്ടക്കൈ ഭാഗത്തേക്കായിരിക്കും പോവുക. ദീപക, റോഷിയും അവിടെയുണ്ട്. മുണ്ടക്കൈ ഭാഗത്തേക്കാണോ പോകുന്നത്? പുഞ്ചിരിമട്ടം മേഖലയിലേക്കാണ് അദ്ദേഹം പോവുക. ആദ്യഘട്ടത്തിൽ പുഞ്ചിരിമറ്റ മേഖലയിലേക്ക് എത്തി. തുടർന്നായിരിക്കും മുണ്ടക്കൈ ഉൾപ്പെടെയുള്ള പ്രദേശത്തേക്ക്, അതായത് തൊട്ട് താഴെയുള്ള ഈ പുഞ്ചിരിമട്ടം എന്ന് പറയുന്ന ഏറ്റവും ഉയരത്തിൽ നിൽക്കുന്ന മേഖലയാണ്. അവിടേക്ക് ആദ്യഘട്ടത്തിൽ അദ്ദേഹം സഞ്ചരിക്കും. തുടർന്നായിരിക്കും തൊട്ട് താഴെയുള്ള മുണ്ടക്കൈ മേഖലയിലേക്ക് എത്തുക. മുണ്ടക്കൈയൊക്കെ നമുക്കറിയാം അത്രത്തോളം ദുരിതം വിതച്ചിട്ടുള്ള ഒരു ഏരിയയാണ്. അവരെ സംബന്ധിച്ച്, ആ നാടിനെ സംബന്ധിച്ച് അതൊന്നടങ്കം ഒഴിച്ചു പോകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അവിടേക്ക് ഏതെങ്കിലും തരത്തിൽ ഒരു സഹായഹസ്തം എന്നുള്ള നിലയിൽ അദ്ദേഹം എത്തുമ്പോൾ അത് ആളുകൾ പ്രതീക്ഷിക്കുന്നുണ്ട്. സ്വാഭാവികമായും അത്തരം ക്യാമ്പിൽ കഴിയുന്നവരെയൊക്കെ അദ്ദേഹം സന്ദർശിക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ അവർക്ക് അല്പമെങ്കിലും ഒരു സാന്ത്വനം ഈ ഒരു ഘട്ടത്തിൽ പകരുക എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശിക്കുകയും ചെയ്തത്. ഇനിയിപ്പോൾ മുകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെ കാര്യങ്ങൾ കൃത്യമായി നമ്മുടെ വാഹനത്തിൽ പോയാൽ മതി. വാഹനത്തിന് പിന്നാലെ ഓടേണ്ടതില്ല. സമാധാനമായിട്ട് അവിടെ എത്തട്ടെ. നമ്മുടെ ടീമും മറുഭാഗത്തുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. ഇപ്പോൾ നമ്മുടെ വാഹനം മറുകരയിലുണ്ടെങ്കിൽ, എനിക്ക് തോന്നുന്നു ഈ മുണ്ടക്കൈ ഭാഗത്തുണ്ടെങ്കിൽ നമുക്ക് ആ ദൃശ്യങ്ങൾ ആ ഭാഗത്തുനിന്ന് തത്സമയം കൊടുക്കാം. ഇപ്പോൾ റോഷിപാലുണ്ട്. റോഷി, ഇപ്പോൾ മോഹൻലാൽ പോയിരിക്കുന്നത് മുണ്ടക്കൈ ഭാഗത്തേക്കാണോ? മോഹൻലാൽ ഇപ്പോൾ മുണ്ടക്കൈ മേഖലയിലേക്ക് പോയി, മിലിറ്ററിയുടെ വാഹനത്തിൽ അങ്ങോട്ടേക്ക് പോയി.
അവിടെ പുഞ്ചിരിമറ്റത്തേക്കും മോഹൻലാൽ പോകും എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. മുണ്ടക്കൈയിൽ കണ്ടതിന് ശേഷം അവിടെ ഈ ദുരന്ത മേഖല സന്ദർശിച്ചതിന് ശേഷമാകും പുഞ്ചിരിമറ്റത്തേക്ക്. നമുക്കറിയാം അവിടെ മോഹൻലാലിൻ്റെ ഉടമസ്ഥതയുള്ള ഒരു എസ്റ്റേറ്റുമുണ്ട്, അതിൻ്റെ മറുഭാഗത്ത് വനറാണി. അപ്പോൾ ആ മേഖലയിലേക്ക് അടക്കം പോകുമ്പോൾ എന്ന് വ്യക്തം. ഏതായാലും ഇവിടെയുള്ള രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്ന ഈ മിലിറ്ററി ആർമി സംഘത്തിന് കൂടുതൽ ഊർജ്ജം പകരുന്ന ഒരു സന്ദർശനമായി ഇതിനെ കാണേണ്ടി വരും. കാരണം കഴിഞ്ഞ ഈ ദുരന്തമുണ്ടായതിന് തൊട്ടു പിന്നാലെ തന്നെ എത്തിച്ചേർന്ന ആർമിയുടെ വിവിധ ബറ്റാലിയനുകൾ അവർ ഊണുമുറക്കവുമില്ലാതെ അവർ അധ്വാനിക്കുന്നുണ്ട്. ഫയർഫോഴ്സിനൊപ്പം നേവി സംഘത്തിനൊപ്പം ഉണ്ട്. അവർക്ക് ഒരു ആത്മവിശ്വാസം പകരുക, അവർക്ക് ഊർജ്ജം പകരുക എന്ന ഒരു ലക്ഷ്യം കൂടെ ഈ ലഫ്റ്റനന്റ് കേണലായ മോഹൻലാലിൻ്റെ ഈ സന്ദർശനത്തിനുണ്ട്. ഏതായാലും മുകളിലോട്ടേക്ക് പോയിട്ടുണ്ട്. മുണ്ടക്കൈയിൽ എത്തും. അതിനുശേഷമാകും പുഞ്ചിരിമറ്റത്തേക്ക് ഏറ്റവും മുകളിൽ ഈ വലിയ ദുരന്തത്തിൻ്റെ പ്രഭവ കേന്ദ്രത്തിന് തൊട്ടു താഴെയുള്ള പുഞ്ചിരിമറ്റം മേഖലയിലേക്ക് മോഹൻലാൽ എത്തിച്ചേരുക. ഏതായാലും പാലം കടന്ന് മോഹൻലാൽ അങ്ങോട്ടേക്ക് മുകളിൽ. ശരി, നമുക്ക് രക്ഷാപ്രവർത്തനത്തിലേക്ക് വരാം. മോഹൻലാൽ വനറാണി എസ്റ്റേറ്റ് അദ്ദേഹത്തിൻ്റെ കൂടി ഷെയറുള്ളൊരു എസ്റ്റേറ്റ് ആണെന്ന് തോന്നുന്നു. സന്ദർശിക്കട്ടെ. പുഞ്ചിരി മട്ടത്തും അദ്ദേഹം പോകുമെന്നാണ് മനസ്സിലാക്കുന്നത്. മുണ്ടക്കൈ ഭാഗത്തും മോഹൻലാൽ സന്ദർശനം നടത്തും എന്ന് മനസ്സിലാക്കുന്നു. ലഫ്റ്റനന്റ് കേണൽ, ടെറിട്ടോറിയൽ ആർമി ലഫ്റ്റനന്റ് കേണലാണ് മോഹൻലാൽ ഇപ്പോൾ ഈ ദുരിതബാധിത പ്രദേശത്തേക്ക് എത്തിയിട്ടുണ്ട്. ആർമി കമാൻഡന്റിൻ്റെ വാഹനത്തിലാണ് മോഹൻലാൽ മുകൾ ഭാഗത്തേക്ക് പോയിരിക്കുന്നത്. ഈ വനറാണി എസ്റ്റേറ്റിൽ നടക്കം നിരവധി പേരെ നമ്മൾ ഇന്നലെ താഴേക്ക് ഒഴിപ്പിച്ചിരുന്നു. അതിന് തൊട്ടടുത്തുള്ള ഭാഗത്താണ് 4 ദിവസമായി കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ. ഒരു പ്രേക്ഷകൻ ചോദിച്ചു, അവരുടെ പേര് പറയാമോ? ജോൺ, ജോമോൾ, ക്രിസ്റ്റി, എബ്രഹാം. ഈ 4 പേരെയാണ് നമ്മൾ ഏറ്റവും ഒടുവിൽ ഇന്നലെ 4 പേരെ കേരള ഫോറസ്റ്റിൻ്റെ വടകര ഫയർ ആൻഡ് റെസ്ക്യൂ വിഭാഗം സംരക്ഷിച്ച് അവരെ അവരുടെ ബന്ധുവീടുകളിൽ